ഹലോ, വെൽക്കം ബാക്ക് ടു പ്രിയങ്കരം ഈ സിനിമയും. അപ്പം ഇന്ന് നമ്മുടെ മൈ കോളേജ് ഡേയ്സ് എന്നുള്ള വീഡിയോസിൻ്റെ ഫസ്റ്റ് വീഡിയോയാണ്. അപ്പം പണ്ട് ഞാനൊരു എൻ്റെ ലെറ്റേഴ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം എൻ്റെ പിള്ളേരുടെ തൊട്ടുള്ളൊരു സംശയമായിരുന്നു, അമ്മ ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ടോയെന്ന്. ഇതാ ഞാൻ ആ സത്യം ഇവിടെ വെളിപ്പെടുത്താൻ പോവാണ്. അമ്മ, അതായത് ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ട്, അതും ഇംഗ്ലീഷിൽ. ആർക്കെങ്കിലും ക്ലൂ ഉണ്ടോ? എൻ്റെ C2 ഗേൾസിന് ചിലപ്പം ഒരു ഐഡിയ ഒക്കെ കിട്ടി കാണുമായിരിക്കും. ഞങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഷെറിൻ ഹോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോസ്റ്റലിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ വാലൻറ്റൈൻസ് ഡേ ഭയങ്കര ഗ്രാൻഡായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം അതിന് റോസ് ക്യൂനും റോസ് കിങ്ങും ഒക്കെ ആയിട്ട് ഭയങ്കര ആഘോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ റൂംമേറ്റ് സ്റ്റീജയ്ക്ക് ഒത്തിരി മുടിയുണ്ട്. അവൾക്ക് ഭയങ്കര സുന്ദരി, രസമാണേ. സ്റ്റീജയെ പൊങ്ങിപ്പോണ്ട, തന്നു. അപ്പം ഞങ്ങളെല്ലാം കൂടെ അവൾക്കൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവളറിയാതെ അവൾക്ക് ഒരു BPTയിലെ കഴിഞ്ഞ പ്രാവശ്യം തെറ്റിപ്പോയി, BPT ഫിസിയോതെറാപ്പിയിലെ ഒരു ഹിന്ദിക്കാരൻ എഴുതുന്ന പോലെ ഒരു ഇംഗ്ലീഷ് ലെറ്റർ ഞങ്ങൾ എഴുതി. അപ്പം എനിക്ക് ഡിഫറെൻറ്റ് ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതാനറിയാം. അതുകൊണ്ട് അങ്ങനെ പഠിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഒരു ഇംഗ്ലീഷ് ലെറ്ററൊക്കെ എഴുതി അവൾക്ക് കിട്ടി. അവൾ ശരിക്കും വിശ്വസിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെയാണ് ഞങ്ങളത് പൊട്ടിക്കുന്നത്. അപ്പം അതാണ് എൻ്റെ ആദ്യത്തെയും അവസാനത്തെയുമായിട്ടുള്ള ലവ് ലെറ്റർ. അപ്പോൾ അത് ഏറ്റു. അങ്ങനെ അത് സക്സസ് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വാലൻറ്റൈൻസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും നമുക്ക് ഇത് ഓർഡർ ചെയ്യാം. തലേദിവസമേ നമുക്ക് പൂ ഓർഡർ ചെയ്യാം. ആർക്ക് കൊടുക്കണം എന്നുള്ളതും ഏത് ബാച്ചിലാണെന്നുള്ളതും ജസ്റ്റ് അറിയിച്ചു കഴിഞ്ഞാൽ ആ ബാച്ചിൽ പേര് വെച്ചോ പേര് വെക്കാതെയോ അവർക്ക് കിട്ടും. അപ്പം എത്ര ഏറ്റവും കൂടുതൽ പൂ കിട്ടുന്ന പെൺകുട്ടിയാണ് ക്യൂനും, ഏറ്റവും കൂടുതൽ പൂ കിട്ടുന്ന ബോയാണ് കിങ്ങും. അപ്പം വാലൻറ്റൈൻസ് ഡേ കിങ്ങും ക്യൂനും മിക്കവാറും അല്ല, എപ്പോഴും അത് കിട്ടുന്നത് ഈ നോർത്ത് ഇന്ത്യൻസിന് തന്നെയായിരിക്കും. ഫിസിയോതെറാപ്പി പിള്ളേർക്ക് തന്നെയായിരിക്കും അത് കിട്ടുന്നത്. അപ്പം അങ്ങനെയായിരുന്നു. അപ്പം എനിക്കൊന്നും ആരും തരാനില്ലല്ലോ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ബാച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾസ് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ ഒരു സമാധാനത്തിന്, ഓർക്കുന്നുണ്ടോ നിങ്ങളെന്ന് അറിയത്തില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടി ഞാൻ നിനക്ക് പൂ അയക്കാം, നീ എനിക്ക് പൂ അയക്കൂ എന്നൊക്കെ പറഞ്ഞ് അറ്റ്ലീസ്റ്റ് ഒരു പൂവൊക്കെ കിട്ടാറുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു വെച്ചതുപോലെ. അപ്പം എൻ്റെ വീഡിയോ ഞാൻ അധികം വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെയും അവസാനത്തെയുമായിട്ടുള്ള ലവ് ലെറ്റർ. താങ്ക് യു. ബൈ. പ്ലീസ് സബ്സ്ക്രൈബ് മീ ആൻഡ് സപ്പോർട്ട് മീ. ആൻഡ് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക. തിരുത്താൻ ശ്രമിക്കാം. ഓക്കെ, ബൈ.